ഉത്സവപ്പറമ്പിലെ പ്രശ്നം ആളുമാറി കസ്റ്റഡിയിലെടുത്ത യുവാക്കളെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. ഏപ്രിൽ 2-ന് എരമംഗലം പുഴക്കര ഉത്സവത്തോടനുബന്ധിച്ച് ഉണ്ടായ തർക്കങ്ങളെ തുടർന്നാണ് പെരുമ്പടപ്പ് പോലീസ് നരനായാട്ട് നടത്തിയതെന്നാണ് ആരോപണം. വിദ്യാർത്ഥികളെയും യുവാക്കളെയും മർദ്ദിച്ചതിന്റെ പേടിയിൽ നിന്നും മുക്തരാകാതെ കുടുംബങ്ങൾ. ഏപ്രിൽ 2-ന് എരമംഗലം പുഴയ്ക്കൽ ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ചുണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് പെരുമ്പടപ്പ് പോലീസ് നരനായാട്ട് നടത്തിയെന്നാണ് ആരോപണം. വിദ്യാർത്ഥികളടക്കമുള്ള യുവാക്കളെയും രക്ഷിതാക്കളെയും ക്രൂരമായി മർദ്ദിച്ചതിന്റെ പേടിയിൽ നിന്നും മുക്തമാകാൻ കഴിയാതെയാണ് കുടുംബങ്ങൾ കഴിയുന്നത്. പെരുമ്പടപ്പ് പോലീസിന്റെ നരനായാട്ടിനെപ്പറ്റി നാട്ടുകാർക്ക് ഇന്നും പേടിയാണ്. ഉത്സവപ്പറമ്പിൽ നിന്നും തന്റെ ഡിഗ്രി എക്സാമിന്റെ അവസാന പരീക്ഷയുടെ തയ്യാറെടുപ്പിനായി വീട്ടിലെത്തിയ സഞ്ജയ് ദാസിനെ യൂണിഫോം ഇല്ലാതെ എത്തിയ ഒരു കൂട്ടം പോലീസുകാർ കാറിലെത്തി വീട്ടിൽ നിന്നിറക്കി കൊണ്ടുപോവുകയായിരുന്നു. ക്രൂരമായി നെഞ്ചിലും സ്വകാര്യ അവയവത്തിലും മർദ്ദിക്കുകയും കാലിന്റെ വിരലിൽ ചവിട്ടി ആക്രമിക്കുകയും ചെയ്തു. ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു സഞ്ജയ് ദാസ്. നാളെ ഫൈനൽ എക്സാം ആണെന്ന് പറഞ്ഞപ്പോൾ കണ്ണിൽ ടോർച്ചടിച്ച് എക്സാം എഴുതണ്ട എന്ന് പറഞ്ഞാണ് മർദ്ദിച്ചത്. ഇതുപോലെ പൂരം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തിയതിന് ശേഷം ഇതുപോലെ ഒരു പ്രൈവറ്റ് കാറിൽ വന്നിട്ട് 5 പോലീസുകാർ മൊത്തത്തിൽ വന്നാണ്. അപ്പൊ എന്താണെന്ന് എനിക്ക് അറിയില്ല, സംഭവം എന്തായിട്ടുള്ളത് അറിയാത്ത കാരണം അവർ കാറിൽ കയറ്റി. ഇങ്ങനെ സംഭവം ഉണ്ട്, പൂരത്തിന് അടിപൊളി ഉണ്ട് പറഞ്ഞിട്ട് കാറിൽ കയറ്റി കൊണ്ടുപോയിട്ട് പറയാണ് ഞാൻ എന്തിനാണ് പോലീസിനെ തല്ലി പറഞ്ഞിട്ടാണ് തല്ല് വെച്ച് കഴിഞ്ഞാൽ നിപ്പിളിൽ പിടിച്ചിട്ട് തിരിച്ചിട്ട് പൊട്ടിച്ച് 2 നിപ്പിളും പിന്നെ മുഖത്തേക്ക് അടിച്ചു ആഞ്ഞടിച്ചിട്ട് എന്നിട്ട് പറഞ്ഞു പോലീസിനെ തല്ലി വെച്ചിട്ട് ചോദിക്കുകയാണ്. എനിക്ക് സംഭവങ്ങളൊന്നും അറിയിട്ടില്ല. അപ്പൊ അവര് പറയുന്നത് മര്യാദയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ വണ്ടി ഒന്നൊരു ലോങ്ങിക്ക് പോകുന്നിട്ട് അവിടെ അടിക്കും പറയുന്നുണ്ട്. എന്നിട്ട് വണ്ടി നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതിന് ശേഷം ചോദിച്ചു പോലീസിനെ തല്ലി വയ്ക്കുന്നുണ്ട്. CI വന്നിട്ട് നിപ്പിൾ പിടിച്ചിട്ട് തിരിച്ച് 2 നിപ്പിൾ പിടിച്ച് തിരിച്ച് പിന്നെ ഈ പൊക്കിൾമത്തെ വയതില്ലേ രോമോ അത് പറിച്ചു. പിന്നെ നീ എന്താ പഠിക്കണ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ ഡിഗ്രിക്കാണ് സാറ് പഠിക്കുന്നത്, നാളെ പരീക്ഷ എനിക്ക് സംഭവം ഒന്നും അറിയില്ല. അപ്പൊ സാറ് പറഞ്ഞ് ഈ പരീക്ഷ എഴുതിയിട്ട് കാര്യമില്ല, ഇവിടുന്ന് എഴുതാൻ പോകില്ല പറഞ്ഞു, ഈ കേസിൽ പ്രതിയാണ് പറഞ്ഞു. അപ്പൊ എന്താ സംഭവം എന്ന് എനിക്ക് അറിയില്ല ആ സമയത്തൊന്നും. എന്നിട്ട് ഒരു ടോർച്ച് എടുത്തിട്ട് എന്റെ കണ്ണിക്ക് അടിച്ചിട്ട് പറഞ്ഞ് കണ്ണടയ്ക്കാം, ഒരു കണ്ണടച്ചിട്ട് ടോർച്ച് അടിച്ചിട്ട് പറഞ്ഞ് കണ്ണടയ്ക്കാം. കണ്ണപ്പോ ബ്ലൈൻഡായി, അത് നല്ല ബുദ്ധിമുട്ടായ സമയത്ത്. എന്നിട്ട് എന്നോട് പറഞ്ഞ് അവിടെ പോയിരിക്കാം, ഷർട്ടും മുണ്ടൊക്കെ ഊരി ട്രൗസർ ഇട്ടിട്ടാണ് ഇരുന്നുണ്ടാകുന്നത്. അപ്പോഴിതുപോലെ സംഭവം എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇങ്ങനെ പറയാണ് പോലീസിനെ തല്ലിയേണ്ട ഒരാൾ അവൻ വന്നാലേ എന്നെ വിടുള്ളൂ അങ്ങനെ പറഞ്ഞു. അതിന്റെ ശേഷം വേറെ കോൺസ്റ്റബിൾ പോലീസൊക്കെ വന്നതിന് ശേഷം എന്നെ ഇതുപോലെ നിപ്പിൾ പിടിച്ചിരിക്കലും ഈ പൊക്കിമത്തെ രോമം പറക്കലായിരുന്നു. പിന്നെ കാല് ചവിട്ടി ഞെരിക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേക്ക് സംഭവം എന്താണെന്ന് അറിയില്ല. അവർ പറയുന്നത് ആ പ്രതി വന്നു കഴിഞ്ഞാൽ എന്നെ വിടുള്ളൂ, അത് വേറെ ഈ കേസിൽ പ്രതിയാണെന്ന് പറയുന്നത്. പിന്നെ ഇതുപോലെ കുറെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു പരീക്ഷയാണ് സാറിക്ക് അറിയില്ല പറയുമ്പോൾ അത് പറയുമ്പോഴും അവരെന്നെ തെറി പറയാണ്. നല്ല തെറി പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല, അത്ര വടക്ക് തെറിയായിരുന്നു. അമ്മയ്ക്കും അച്ഛനൊക്കെ വിളിച്ചു, അതെനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം അച്ഛൻ വന്നിട്ട് ഇങ്ങനെ ജാമ്യം എടുത്തിട്ടാണ് പോയത്. എക്സാം എഴുതാൻ പിറ്റേ ദിവസം എനിക്ക് പരീക്ഷയാണ് ഫൈനൽ. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്നത്, BCom ഫൈനൽ എക്സാമിന് പിറ്റേ ദിവസം പരീക്ഷയാണ് രാവിലെ. ഞാനന്ന് പുലർച്ചെ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പൊ ഞാൻ ഈ പരീക്ഷ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കണ്ണ് ഈ ടോർച്ച് അടിച്ച കാരണം പേപ്പർ നോക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയൊക്കെ എഴുതി ഞാനൊക്കെ ആകെ സ്ട്രഗിൾ ചെയ്തിട്ട്. പക്ഷെ ആ വിഷയത്തിന് മാത്രമേ മാർക്ക് കുറവായിരുന്നു, ബാക്കിയുള്ളതിന് അങ്ങനെ മാർക്ക് ചെയ്തു. അത് ഭയങ്കര മെന്റലി ഞാൻ വീക്കായ സമയത്ത് അന്ന് രാവിലെ പോയിട്ട് ഞാൻ കോളേജ് പരീക്ഷ എഴുതുമ്പോൾ ഞാനൊക്കെ കരഞ്ഞിട്ടാണ് പരീക്ഷ എഴുതുന്നതിന് മുന്നേ. എൻ്റെ കൂട്ടുകാരൊക്കെ ചോദിച്ചിരുന്നു എന്ത് വർഷം ഞാൻ അപ്പോഴൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ പരീക്ഷ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സംഭവ സമയത്ത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സ് കഴിഞ്ഞിരിക്കുകയായിരുന്നു അനുരാഗ്. ഉത്സവപ്പറമ്പിൽ അടിപിടി ഉണ്ടായെന്നും പറഞ്ഞ് അതിൽ കാരണക്കാരനായ ആളെ തപ്പിയ പോലീസ് അനുരാഗിനെയും സുഹൃത്ത് ആദിത്യനെയും വീട്ടിൽ നിന്നും ഇറക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാതെ സമീപത്തെ ശ്മശാനത്തിൽ കൊണ്ടുപോയാണ് ക്രൂരമായി മർദ്ദിച്ചത്. ഇവർ മർദ്ദന വിവരം വീട്ടിൽ പറഞ്ഞാൽ പുറം ലോകം കാണിക്കാത്ത തരത്തിൽ കേസെടുക്കുമെന്ന് പറഞ്ഞായിരുന്നു ഭീഷണിയും മർദ്ദനവും. അന്ന് ഉത്സവം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്ന് കിടന്നിട്ട് ഒരു 12:45 1 മണി ആ നേരം ആയിരുന്നു. ഒരു 4-5 പോലീസുകാർ ഒരു പ്രൈവറ്റ് കാറിൽ വന്നേ. കാറിൽ വന്നിട്ട് ആദ്യം വാതിലിട്ടേ. ഞാൻ വീട്ടിലാരുമില്ല, അമ്മയൊക്കെ പാപ്പൻ്റെ അങ്ങനെയായിരുന്നു. ഞാൻ എന്നിട്ട് വീട്ടിൽ വാതിൽ തുറന്നപ്പോ തന്നെ ഇവരെന്നെ അടിക്ക് ചെയ്തേ. പോലീസുകാരെ തല്ലിയിട്ട് കിടന്നുറങ്ങാടാ പറഞ്ഞു. അപ്പൊ ഞാൻ ആരെയും തല്ലിയിട്ടില്ല, ഈ അല്ലേ ബിനീഷ് ചോദിച്ചു. ഞാനല്ല ബിനീഷ് പറഞ്ഞു, എൻ്റെ ഏട്ടനെ പറഞ്ഞു. അപ്പൊ ബിനീഷ് എവിടെ ചോദിച്ചു. ബിനീഷ് എനിക്കറിയില്ല പറഞ്ഞു. അപ്പൊ എന്റെ ഫോണൊക്കെ നോക്കിയിട്ട് അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ. കുറച്ച് മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ വരില്ല പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചോദിച്ച് അണക്കറിയാ ബിനീഷിനെ അണക്ക് എവിടെ അറിയാന്ന് പറഞ്ഞിട്ട് എന്നെ തല്ലി. സാറുമാരുടെ പേര് ഒരു വിഷ്ണുനാരായണ സാറും പിന്നെ
ഉമേഷ് സാർ എന്ന് പറഞ്ഞ സാറുണ്ട്. സാറിനെ കൈ പിടിച്ചിട്ട് വീടിൻ്റെ ഉള്ളിൽ കൊണ്ടേ 2 കൈയും പുറകെ വെച്ചിട്ട് ഉമേഷ് സാറും വിഷ്ണു സാറും എൻ്റെ പുറത്തേക്ക് നല്ല അടിച്ച് മുട്ടുങ്ങായിട്ട് അടിക്കുക അടിച്ചിട്ട് ഇവര് പറഞ്ഞ് എനിക്കറിയാം അന്ന് ഓനെ കിട്ടിയാലാണ് എന്നെ വിടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. കാരണം എനിക്കറിയില്ല, ചിലപ്പോ പാപ്പനോട് ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ പാപ്പനോടേക്ക് കൊണ്ടുപോയത്. പാപ്പനോട് അവിടേക്ക് കൊണ്ടുപോകുമ്പോഴും എന്നെ കാറിട്ടിട്ട് ഇവര് അടിക്കുന്നുണ്ട്, നിപ്പിള് പിടിക്കുകയും അതേപോലെ ഇവിടെ കൈ വെച്ച് ഇതാക്കുകയൊക്കെ അങ്ങനെ അമർത്തുകയൊക്കെ ചെയ്തായിരുന്നു. എന്നിട്ട് അങ്ങനെ അവിടെ നിന്ന് പാപ്പനോട് എത്തിയപ്പോ അവിടെ പാപ്പനൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ പെണ്ണുങ്ങൾ മാത്രം, അമ്മയും എൻ്റെ അമ്മയും വല്യമ്മയും അങ്ങനെ കുറെ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അവരോട് ചോദിച്ചു, ബിനീഷയോട് ചോദിച്ചു. അപ്പൊ അവരും പറഞ്ഞു ബിനീഷ് ഇത് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയത്. എന്നിട്ട് പിന്നെ പറഞ്ഞു ഇന്നെ അവിടുന്ന് ഓനെ കിട്ടിയാലും വിടുള്ളൂ പറഞ്ഞു. എന്നിട്ട് എന്നെ അവിടെ ഇരുത്തിയിരുന്നു, ഞാൻ മാറത്തിരിക്കുന്നു. അങ്ങനെ ഈ വിഷ്ണുനാഥൻ സാറ് എന്നെ അവിടുന്ന് വലിച്ചിട്ട് മുറ്റത്തേക്ക് ഞാൻ സ്റ്റെപ്പിന്റെ അവിടേക്ക് വീണ്. എന്നിട്ട് അവിടുന്ന് വലിച്ചഴിച്ചിട്ടാണ് എന്നെ കാറി കൊണ്ടുപോയി. ഞാൻ കാറി കൊണ്ടിട്ട് കാറി കയറ്റിയിട്ട് വിഷ്ണു സാറ് ഒരു ചവിട്ട് വന്നിട്ടുണ്ടായിരുന്നു തൊടറോടിക്ക്. ചവിട്ടിട്ട് എന്നോട് ചോദിച്ച് ഈ എന്ത് ഷോയെ കാണിക്കുന്നത്, എന്നെ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്നിട്ട് കൊണ്ടുപോയി നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ആദർശ് വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോണിക്ക്. അപ്പൊ ഈ ആദർശ് ആരൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഏട്ടൻ്റെ കൂട്ടുകാരനെ പറഞ്ഞു. അപ്പൊ ഈ ആദർശിനെ അറിയണ്ടാവും പറഞ്ഞു. അപ്പൊ ആദർശിന്റെ വീട്ടിൽ വേറെ ആരൊക്കെ ഉള്ളു ചോദിച്ചു. കാരണം ഓനൊരു അന്യം മാത്രമേ ഉള്ളൂ പറഞ്ഞു. എന്നോട് ഒരു പറഞ്ഞു ഓനെ വിളിച്ചിട്ട് ഒരു സേഫ് ആണെന്ന് മാത്രം ചോദിച്ചാൽ പറഞ്ഞു. ഞാൻ സേഫ് ആണോ ചോദിച്ചപ്പോ ഈ സേഫ് അല്ലേ ഞാൻ ചോദിച്ചു. അപ്പൊ കിച്ചു ഞാൻ സേഫ് ആണ് അങ്ങനെ പറഞ്ഞു. അപ്പൊ തന്നെ ഇവര് കിച്ചുവിന്റെ വീട് അവിടെ വെച്ചിട്ട് ഇന്ന് കിച്ചുവിന്റെ വീട്ടിൽ കൊണ്ടുപോയി. അത് അവിടുന്ന് കൊണ്ടുവരാൻ ഇവര് ഇങ്ങനെ അടിക്കുകയും നിപ്പിൾ പിടിക്കുകയും ഇവിടെ പിടിക്കുകയും പുറത്തേക്ക് അടിക്കുകയും തലയ്ക്ക് അടിക്കുകയും ഒക്കെ ചെയ്തായിരുന്നു. എന്നിട്ട് നേരെ കിച്ചനോട് കൊണ്ടുപോയിട്ട് എന്നെ കൊണ്ട് തന്നെ കിച്ചനെ വിളിപ്പിക്കുകയും ചെയ്ത്. എന്നിട്ട് വിളിപ്പിച്ചിട്ട് കിച്ചുവിനെ എന്നെയും കൂടി കാറി കയറ്റി. അവരെന്നെ അടിച്ചായിരുന്നു. പിന്നെ കിച്ചുവിനെ കിട്ടിയപ്പോ പിന്നെ എന്നെ വല്ലാതെ ഉപദ്രവിക്കണില്ല. പിന്നെ നേരെ കിച്ചുവിനെ അടിക്കുന്നത്. കിച്ചു കരയുന്ന സൗണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം. ഞാൻ സഞ്ജയ് ദാസിന്റെ അച്ഛനാണ്. നമ്മളെ അടുത്തൊരു പൂരമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചെറിയ കശ്മീര അടിസ്ഥാനത്തിൽ നമ്മളെ പൂരം കഴിഞ്ഞ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ മോനെ ഒരു പറ്റും പോലീസുകാർ മഫ്തിയിൽ വന്നിട്ട് ഒരു നമ്പർ പ്ലേറ്റ് പോലീസിന്റെ വാഹനമില്ലാത്ത ഒരു സ്വകാര്യ വ്യക്തിയുടെ ഒരു വാഹനമായിട്ട് ഒരു ഇനോവയായിട്ട് വന്നിട്ട് 5-6 പോലീസുകാർ എൻ്റെ മോനെ കാരി കയറ്റി കൊണ്ടുപോകുമ്പോഴാണ് ഞാൻ വീട്ടിലെത്തുന്നത്. എൻ്റെ ഭാര്യ എൻ്റെ ഏട്ടൻ്റെ കൂട്ടുകുടുംബ ആൾക്കാരാണ്. അവരൊക്കെ അറ്റാച്ച് ബോധം കെട്ട് വീഴുകടക്കം ചെയ്തു. അപ്പോൾ ഞാൻ ജീപ്പ് കയറ്റുമ്പോൾ ജോർജോൻ്റെ സാറിനെ കണ്ട പരിചയമുണ്ട്. അപ്പോൾ ജോർജ് സാറ് എൻ്റെ മോനെ നാളെ എക്സാമാണ്, ഒന്നും ചെയ്യരുത് പറഞ്ഞു. ഒന്നിരിക്കില്ലാത്ത കുട്ടിയാണ് പറഞ്ഞു. ഞാൻ നിങ്ങളെ സ്റ്റേഷനിൽ ഒരു പൊടുകൂടെ പറഞ്ഞു. ഇവരെ കൂടെ ഞാനും എൻ്റെ സ്കൂട്ടി എടുത്ത് ഒപ്പം നല്ല സ്പീഡിൽ ഒപ്പം പോയി അവർ സ്റ്റേഷനിലെത്തിയപ്പോൾ അപ്പോൾ ഞാൻ ജോർജ് സാറിനോട് പറഞ്ഞു എൻ്റെ മോനെ നാളെ എക്സാമാണ് സാറേ, ഒന്നും ചെയ്യില്ല സാറേ തന്നെ മോനെ. അപ്പം തന്നെ ഞങ്ങൾ വിടുവായി. പക്ഷെ അവർ അവിടെ പോയപ്പോൾ ഒരു വാക്ക് മാറ്റി. എൻ്റെ മോനെ ഫൈനൽ എക്സാമാണ് ഡിഗ്രിയുടെ പിറ്റേ ദിവസം. അത് എഴുതാൻ പറ്റാത്ത അവിടുത്തെ ഒരു വലിയ ബിജു എന്ന സാറ് CI ഒരു കണ്ണിക്ക് ടോർച്ചടിച്ച് കണ്ണടച്ചിട്ട് കണ്ണിക്ക് ടോർച്ചടിച്ചിട്ട് SIയുടെ റൂമിൽ കൊണ്ടിട്ടാണ് ചെയ്തത്. പിറ്റേ ദിവസം വന്ന് നോക്കുമ്പോഴാണ് ഒരു കണ്ണ് ഭയങ്കര ചുവപ്പ് ആണ്. ഞാൻ കുട്ടികൾ പേടിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോഴാണ് ഞങ്ങൾ എല്ലാ നാട്ടിലുമൊക്കെ മൊത്തം ഈ കാര്യങ്ങളൊക്കെ അറിയണത്. അപ്പോൾ തന്നെ ഡോക്ടറെ കൊണ്ട് ഞങ്ങൾ അടുത്തൊരു ഹെൽത്ത് ക്ലിനിക്ക് ഉണ്ട്, അവിടെ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ കഴിഞ്ഞത് ടോർച്ച് കണ്ണിലേക്ക് അടിച്ചപ്പോൾ ഞരമ്പൊക്കെ വൈറസ് ഇങ്ങനെ ഇനിച്ചു. അതിനടിസ്ഥാനം പേടിക്കാനൊന്നുമില്ല. ഞാൻ തുള്ളിമരുന്ന് മറ്റു കാര്യങ്ങൾ കഴിഞ്ഞ് അതുപോലെ തന്നെ ഈ മുലയുടെ കണ്ണ് പൊട്ടിച്ചില്ല അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഓയിൽമെൻ്റൊക്കെ എഴുതി തന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ SC/ST അംഗങ്ങളാണ്. ഞങ്ങളിപ്പോൾ SC/ST കമ്മീഷൻ മുഖേന ഞങ്ങൾ കേസുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ 2 പോലീസ് സസ്പെൻഡ് ആയിട്ടുണ്ട്. ഈ ജോർജ് എന്ന സാറിന് ഇവിടെ സ്ഥലം മാറ്റി വേറെ സ്റ്റേഷനിൽ ആക്കിയിട്ടുണ്ട്. ഈ കുട്ടികൾ ഇപ്പോഴും, പ്രത്യേകിച്ച് എൻ്റെ മോനൊക്കെ ഇപ്പോഴും രാത്രിയിൽ എൻ്റെ മോനായിട്ട് ആണ് എൻ്റെ മോള് കിടക്കുന്നത്. ഇപ്പോഴും രാത്രിയിൽ ഒരു ഞെട്ടിത്തെറിക്കുന്ന അനുഭവമൊക്കെ ഉണ്ട്. ഇപ്പോഴും അവൻ്റെ മനസ്സിൽ നിന്ന് ആ പോലീസിൻ്റെ നരനായട്ടിനെ പറ്റിയിട്ടുള്ള ഇതിപ്പോഴും അനുഭവമല്ലേ. ഞങ്ങൾ സിനിമയ്ക്ക് പോകുമ്പോൾ പോലീസുകാരെ കാണുമ്പോൾ തന്നെ മോനെപ്പോഴും ഒരു പേടിയാണ്. പ്രേമചന്ദ്രനെയും മകൻ ആദിത്യനെയും വനിതാ പോലീസ് അടക്കം മർദ്ദിച്ചു. ഇരിക്കുമ്പോൾ അവസാനം പറഞ്ഞ് ഈ ഒരു സാറ് മേലെന്ന് ഫോൺ ചെയ്തിരുന്നു. ആ ഒരു വനിതാ പോലീസ് ഉണ്ടായിരുന്നു അവിടെ. റൈറ്റർ ആ സീറ്റിലിരുന്നിരുന്നു. ആ സാറിനോട് പറഞ്ഞു, അല്ലാതെ വനിതാ പോലീസിനോട് പറഞ്ഞു ചോദിക്കും അവനോട് ചോദിക്കും അറിയുന്നത്. ഫോണിൽ കൂടെ പറഞ്ഞാൽ ഞാൻ കേൾക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് ആ കസേര വന്നിട്ട് എന്നോട് ചോദിച്ചു എവിടേക്ക് കൊണ്ട് സത്യം പറയാനാണ്. അപ്പോൾ സാറേ എനിക്കറിയില്ല, എടപ്പാൾക്ക് തന്നെ പോയില്ല, അവിടെ ഹോസ്പിറ്റലിൽ കാണിക്കാന്ന് എന്നോട് കണ്ടിട്ട് പോയില്ല പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞ് തീരില്ല, എന്നെ അടിക്കലും കഴിഞ്ഞു. അടിച്ചപ്പോൾ എൻ്റെ ഈ സൈഡിൽ അടിച്ചു, മുഖത്തേക്ക് അടിച്ചു. അപ്പോൾ മറ്റേ സാറ് ചോദിക്കേണ്ട പോകണില്ല, അടിച്ചാലും വന്നു. അവനെ അടിച്ച് ഞാൻ ഒന്ന് കൊടുത്തു പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് അങ്ങനെ അവൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. അതിനുശേഷം പിറ്റേ ദിവസം മകനൊക്കെ പേടിച്ച് പറിച്ചിരിക്കുകയായിരുന്നു. അന്ന് വൈകുന്നേരമാണ് അവൻ പറഞ്ഞത് ഈ ഞങ്ങളെ സംസ്ഥാനത്തേക്ക് കൊണ്ടുപോയതും അവിടെ അടിച്ചതൊക്കെ. അവനെ അനുരാഗിന് എന്താ നേരം വൈകി വെച്ചപ്പോൾ പറയാം ഞങ്ങൾ വേറെ വഴിക്ക് കൊണ്ടുപോയതാണ്. അപ്പോൾ ഇവന് ഈ സ്ഥലം അറിയില്ല. അപ്പോൾ അനുരാഗ് പറയരുത് അത് സംസ്ഥാനമാണെന്ന് പറഞ്ഞു. സംസ്ഥാനത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ
ഒരു ബെഞ്ചിലിരുത്തിയിട്ട് അവൻ്റെ മലക്കണ്ണും മൺതരൊക്കെ പിടിച്ച് ഞെക്കലും ഇതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായ പിന്നെ സ്റ്റേഷനിൽ നിന്ന് തന്നെ എൻ്റെ മുന്നിൽ വെച്ചിട്ട് അവനെ മോതിക്ക് അടിച്ചു. അവനെ അടിച്ചാൽ സത്യം പറയുന്ന പറഞ്ഞിട്ട് സ്റ്റേഷനിൽ നിന്ന് അടിച്ചിട്ടുണ്ട്. അവൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് എന്നെ അടിച്ചിരുന്നത്. അത്രയും അവരാ പോലീസുകാരെ ആക്രമണത്തിൽ നിന്ന് ഇപ്പോൾ ഒരു മോചനം കിട്ടിയില്ല അവർക്ക്. അവരിപ്പോഴും പേടിച്ചിട്ടിരിക്കുകയാണ്.